70 വർഷം കൊണ്ട് കോൺഗ്രസ് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന ഓരോ BJP പ്രവർത്തകരോടും നിങ്ങൾക്ക് വിറ്റുതുളയ്ക്കാൻ ഇങ്ങനെ നിരന്ന് കിടക്കുകയല്ലേ എയർ ഇന്ത്യയും ഭാരത് പെട്രോളിയവും അങ്ങനെ അനേകം പൊതുമേഖലാ സ്ഥാപനങ്ങളും. പിന്നെ എന്തു വേണം? 1947 മുന്നേ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല ഇതൊന്നും. എല്ലാം പിഴിഞ്ഞെടുത്ത് നാമാവിശേഷമാക്കിയതിനു ശേഷമാണ് അവർ ബ്രിട്ടനിലേക്ക് വണ്ടി കയറിയത്. ഇതൊന്ന് കണ്ടു നോക്ക്. 1946 ഒരു വിവാഹ ക്ഷണക്കത്താണിത്. ഇതിൽ അവസാനത്തെ വരി നിങ്ങളൊന്ന് കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥയാണിത്. കണ്ടല്ലോ. ഇനി പറ, കോൺഗ്രസ് എന്തുണ്ടാക്കി 70 വർഷം കൊണ്ട്? BJPക്കാരെ നിങ്ങൾ ഇന്ത്യയിൽ നരിയെ പോലെ വളർന്നിട്ടും നാഴി അരിയുടെ ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്താ പറയാ? സ്വയം കുഴി തോണ്ടിയ ഒരു ജനത, അതാണ് മോദിയെ രണ്ടാമത് ഭരണമേൽപ്പിച്ച ഓരോ ഇന്ത്യക്കാരന്റെയും നിലവിലുള്ള അവസ്ഥ. നിങ്ങൾ 70 വർഷത്തിൽ 60 വർഷവും രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന BJPയുടെ സ്വന്തം ധനകാര്യമന്ത്രി. കോൺഗ്രസ് കൊണ്ടുവന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ചിലത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനും തുടങ്ങി. BSNL എന്ന പൊതുമേഖലാ സ്ഥാപനം നിങ്ങളൊക്കെ ഏകദേശം ഒരു പരുവത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ ഇന്ത്യൻ റെയിൽവേയും സ്വകാര്യവൽക്കരണത്തിന് തയ്യാറാക്കി കഴിഞ്ഞു. RBIയുടെ 1.25 ലക്ഷം കോടിയുടെ കരുതൽ ശേഖരവും എടുത്തു പൂട്ടടിച്ചു. ഇപ്പോൾ ഇതാ മറ്റ് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഭാരത് പെട്രോളിയവും എയർ ഇന്ത്യയും 1 ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് താങ്കൾ അത് മാർച്ചോടെ വിൽക്കാൻ പോകുന്നുവെന്ന് കേട്ടു. അതിനു മാത്രം സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്ത് എങ്ങനെയുണ്ടായി? അത്രയും ഗംഭീരമായിരുന്നു നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വിൽക്കാൻ അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ബ്രോക്കറായി അല്ല മേഡം. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള പ്രമുഖർ കൈകാര്യം ചെയ്ത ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി പദത്തിലാണ് താങ്കൾ ഇരിക്കുന്നത് എന്ന ബോധം കുറച്ചെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ വിറ്റുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ 60 വർഷം ഭരിച്ചു എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അങ്ങനെ ഒന്നുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നറിയാം. എന്നാലും ഇറങ്ങിപ്പോകുമ്പോൾ പാർലമെന്റ് മന്ദിരമെങ്കിലും അവിടെ വിൽക്കാതെ ബാക്കി വെക്കാനുള്ള മനസ്സ് ദയവ് ചെയ്തുണ്ടാവണം.